പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. പെൻഷൻ തുക കുറഞ്ഞത് 2000 രൂപ ആക്കണമെന്നുള്ള ആവശ്യങ്ങൾ വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ കൂടാതെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വകയായിട്ട് 2250 രൂപ വീതമുള്ള എക്സ്ഗ്രേഷ്യ ഒക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഒരു ഔദാര്യം മാത്രമാണ് എന്നുള്ളതാണ്. അതായത് ഓരോ സർക്കാരിൻ്റെയും ഒരു സാമ്പത്തിക സഹായമായിട്ട് മാത്രം കണ്ടാൽ മതിയെന്നാണ് സംസ്ഥാന സർക്കാർ കോടതികളിൽ സമർപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കോടതികളിൽ നൽകിയ അറിയിപ്പുകളിൽ, അല്ലെങ്കിൽ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെയാണ് വരുന്നത്. ക്ഷേമ പെൻഷൻ അവകാശമാക്കി മാറ്റാനുള്ള നിയമനിർമ്മാണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഏറ്റവും കുറഞ്ഞ ക്ഷേമ പെൻഷൻ 2000 രൂപ മുതൽ വാർദ്ധക്യകാല വിധവ പെൻഷനൊക്കെ 5000 രൂപ വരെയാക്കി ഉയർത്തണമെന്നും ഇപ്പോൾ ആവശ്യങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പെൻഷൻ അസോസിയേഷനൊക്കെ വലിയ രീതിയിലുള്ള കർശനമായിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വലിയ രീതിയിലുള്ള ആവശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ക്ഷേമ പെൻഷൻ യാതൊരു കാരണവശാലും ഔദാര്യമല്ല, അതൊരു അവകാശമായിട്ട് തന്നെ വേണം എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ഇതിനോട് ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ മാസത്തെ ഒരു മാസത്തെ പെൻഷൻ തുക മറ്റന്നാളോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ ആയിട്ട് വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മാസത്തെ പെൻഷൻ തുകയായിരിക്കും ഇതിൻ്റെ വിതരണം ഉണ്ടാകുക. ബാക്കി ഒരു 2 മാസത്തു കൂടി അടുത്ത മാസം ലഭിക്കാനാണ് സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് ഓണത്തിന് മുമ്പാകെ 2 മാസത്തു കൂടി എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ നമ്മൾ അറിയിപ്പുകൾ നൽകിയെന്നുമാണ്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സാമ്പത്തിക സഹായങ്ങളുടെയൊക്കെ പ്രഖ്യാപനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു പ്രഖ്യാപനം എന്ന നിലയ്ക്ക് 2250 രൂപയുടെ സാമ്പത്തിക സഹായമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രവർത്തനമില്ലാത്ത കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് 2000 രൂപ വീതമാണ് എക്സ്ഗ്രേഷ്യ അനുവദിച്ചത്. കൂടാതെ അരി വിതരണത്തിനായി തൊഴിലാളിക്ക് 250 രൂപയും ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ഓരോ തൊഴിലാളിക്കും ഓണക്കാലത്ത് സർക്കാരിൽ നിന്ന് 2250 രൂപയുടെ സഹായം ഉറപ്പായിരിക്കുകയാണ്. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനമില്ലാത്ത 398 ഫാക്ടറികളിലെ 14647 തൊഴിലാളികൾക്കാണ് സർക്കാർ സഹായം ഇപ്പോൾ ലഭിക്കുന്നത്. എക്സ്ഗ്രേഷ്യയാണ് അനുവദിച്ചിരിക്കുന്നത്. പ്രവർത്തനമില്ലാത്ത കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്കും ഇതൊരു വലിയ സാമ്പത്തിക സഹായം, ഓണത്തോടൊക്കെ അനുബന്ധിച്ച് വലിയൊരു സഹായമായിട്ട് തന്നെ മാറുന്നുണ്ട്. എന്തുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകളൊക്കെ ഉണ്ടാകും, കൂടുതൽ സാമ്പത്തിക സഹായങ്ങളൊക്കെ പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പോൾ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കുക. കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതുമായിരിക്കും. കാരണം ഇപ്പോൾ പരമാവധി എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ കമൻറ്റിന് മറുപടി തരാൻ ശ്രമിക്കുന്നുണ്ട്. പല ആളുകളും ഇത് മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ അയക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇത് കാണാതിരിക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കുക.